ലോകരാഷ്ട്രങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വിവിധ പാർട്ടികളുടെ എംപിമാരെ സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് സർവകക്ഷി സംഘത്തിന്റെ ഭാഗമാകുമെന്ന് പാർട്ടി വക്താവ് ജയറാം രമേശ് അറിയിച്ചു. 40-ലധികം എംപിമാർ 7 സർവകക്ഷി സംഘങ്ങളിൽ ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. US, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ ശശി തരൂർ നയിച്ചേക്കും. ശശി തരൂർ ക്ഷണം സ്വീകരിച്ചതായി സൂചനയുണ്ട്. UAE, ദക്ഷിണാഫ്രിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ എംപിമാർ പോകും. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി യാത്ര തിരിക്കാൻ തയ്യാറാകാനാണ് നിർദ്ദേശം. യാത്രയ്ക്ക് മുമ്പ് വിദേശ മന്ത്രാലയം കാര്യങ്ങൾ വിശദീകരിക്കും. തൃണമൂൽ കോൺഗ്രസ്, DMK, NCP, ശരത് പവാർ, JDU, BJD, CPM തുടങ്ങിയ പാർട്ടികളിൽ നിന്ന് അംഗങ്ങളുണ്ടാകും. കോൺഗ്രസിൽ നിന്നും സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി, BJPയിൽ നിന്ന് അനുരാഗ് ഠാക്കൂർ, അപരാജിത സാരംഗി, BJDയിൽ നിന്ന് സസ്മിത് പാത്ര, NCPയിൽ നിന്ന് സുപ്രിയ സുലെ, ശിവസേന ഉദ്ധവ് ഠാക്കറെ വിഭാഗത്തിൽ നിന്നും പ്രിയങ്ക ചതുർവേദി, ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് ശ്രീകാന്ത് ഷിൻഡെ, DMKയിൽ നിന്ന് കനിമൊഴി, JDUവിൽ നിന്ന് സഞ്ജയ് ജ, CPMൽ നിന്ന് ജോൺ ബ്രിട്ടാസ്, AIMIMൽ നിന്ന് അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയവർ വിവിധ സംഘങ്ങളിൽ ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പട്ടിക തയ്യാറാക്കിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുമായി മന്ത്രി കിരൺ റിജിജു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.